CPM-ന് വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രേഖകൾ ഒന്നൊന്നായി പുറത്തുവിടുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ തട്ടിപ്പില്ല ആരോപണത്തിൽ സഖാക്കന്മാർക്ക് നിരവധി ചോദ്യങ്ങൾ. കണ്ണൂരിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പുറത്തുവിട്ട് വി കുഞ്ഞികൃഷ്ണൻ ടി മധുസൂദനനും ടി വിശ്വനാഥനുമെതിരെയാണ് ആരോപണം. പണം അപഹരിച്ചുവെന്നാണ് ആരോപണം. വരവിനേക്കാൾ കവിഞ്ഞ ചെലവ് രേഖപ്പെടുത്തി. 42,337 രൂപ പാർട്ടിക്ക് കടമെന്ന് വരുത്തി. സഹകരണ ജീവനക്കാർ നൽകിയ 70 ലക്ഷം രേഖകളിലില്ല. മിനിറ്റ്സ് ബുക്ക് ടി മധുസൂദനൻ കടത്തിയെന്നും 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ നിന്നും വകമാറ്റിയെന്നും വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. CPM-നുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല. കേരളത്തിൽ സ്ത്രീകളെന്നല്ല ഒരു പെൺകുട്ടിയും സുരക്ഷിതയല്ലെന്ന് സ്വപ്ന സുരേഷ്. കടകംപള്ളി സുരേന്ദ്രനെ വിജയിപ്പിക്കരുതെന്നും സ്വപ്ന സുരേഷ്. ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ജീവിതരേഖയുള്ള ആളെ തിരഞ്ഞെടുക്കണം. എന്നാൽ ഇടതുപക്ഷം അത് ചെയ്യുന്നില്ലെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സ്വപ്ന ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരിക്കലും രണ്ടാമതൊരു അവസരം കൊടുക്കരുത്. ഇത്തരം സ്ത്രീ വിഷയങ്ങളുമായി താല്പര്യമുള്ളവർക്ക് ഒരിക്കലും രണ്ടാമതൊരു അവസരം കൊടുക്കരുത്. ഇനിയും ഇവരെ പോലുള്ളവർ വന്നാൽ സംസ്ഥാനം വീണ്ടും കൊള്ളയടിക്കപ്പെടുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഒരു അമ്മയോ ഒരു സഹോദരിയോ ഒരു മകളോ സുരക്ഷിതയല്ലെന്നും സ്വപ്ന സുരേഷ് പറയുന്നു. പ്രകടന പത്രിക തിരുത്തി LDF. തിരുത്തിയത് വനം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടവ. പ്രകടന പത്രിക തിരുത്തേണ്ടി വന്നിരിക്കുകയാണോ LDF-നെന്നാണ് പുതിയ ചോദ്യം. വനം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് തിരുത്തിയത്. ബഫർ സോൺ ഉൾപ്പെടെയുള്ള 3 വിവാദ ഖണ്ഡികകളാണ് തിരുത്തിയിരിക്കുന്നത്. വനത്തിന് ബഫർ സോൺ ഉണ്ടാക്കി നിയന്ത്രണങ്ങൾ കർശനമാക്കും എന്നത് ഒഴിവാക്കി. സംരക്ഷിത വനമേഖലകളിലും കോർ സോണിന് ചുറ്റും ബഫർ സോൺ ഉണ്ടാക്കി നിയന്ത്രണങ്ങൾ കർശനമാക്കും എന്നത് ഒഴിവാക്കി. മുഴുവൻ ഏകവിള തോട്ടങ്ങളെയും സ്വാഭാവിക വനങ്ങളാക്കി മാറ്റാൻ ഇക്കോ റെസ്റ്റോറേഷൻ നടപ്പിലാക്കുമെന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. ബഫർ സോൺ സംബന്ധിച്ച് ജനഹിതം മുൻനിർത്തി സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് തിരുത്തൽ. ബഫർ സോൺ പ്രദേശവാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രം നിയന്ത്രണങ്ങളെന്നും മാറ്റം. ഏതായാലും 3 വിവാദ ഖണ്ഡികകൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് പ്രകടന പത്രികയിൽ നിന്നും LDF. ഒരു അസാധാരണ സംഭവ വികാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പ്രകടന പത്രിക LDF-ന് തിരുത്തേണ്ടി വന്നു. ഇത് സംബന്ധിച്ച് അറിയിപ്പ് വന്നത് CPM-ന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലും. പ്രകടന പത്രികയിൽ വനസംരക്ഷണം സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് ചില പിശകുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ആ ഭാഗങ്ങൾ താഴെ പറയും വിധം വായിക്കണമെന്നുള്ള വിശദീകരണവും LDF സംസ്ഥാന കമ്മിറ്റിയുടേതായി നൽകിയിട്ടുണ്ട്. ബഫർ സോൺ ഉൾപ്പെടെയുള്ള 3 വിവാദ ഖണ്ഡികകൾ തിരുത്തി.